നീയായിരുന്നു. അച്ചായൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല പ്രായമുള്ളവരായിരിക്കും. നിങ്ങളെ കൂട്ടത്തില് ജിൻസി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലേ, ഞാൻ വിചാരിച്ച അവരായിരിക്കും. എന്ത് നിനക്ക് ഞാനാണ് പറ്റില്ല? ഒന്ന് പൈസ തന്നിട്ട് കാര്യം നടത്തിട്ട് പോയിറക്കാം. പൈസയൊക്കെ തരാം ചേച്ചി, ഇത് സമാനപ്പെട്. നിങ്ങളെ സ്ഥലം എവിടെ, പേരെന്തോന്നു? ഊരും പേരും അറിഞ്ഞാലും നീ പരിപാടി എടുത്തോളൂ. ഇറക്കാം. ഒന്നാമത് എനിക്ക് സമയമില്ല. നീ കാര്യം നടത്തിട്ട് പോവാൻ നോക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഈ വക നരുന്ന് ചെക്കന്മാരെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടരുത്. പൈസ പേഴ്സിലുണ്ട്, അത് ഇതിൽ നിർത്തോ. ഞാന് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. നിന്നെ ഇവിടെ അങ്ങ് നേരത്തെ കണ്ടിട്ടില്ല. അവിടെ ചെക്ക, നീ ജോലിക്ക് വന്നാ അതെവിടെ കറങ്ങാൻ വന്നേ? എന്റെ തള്ളയുടെ ഓരോരോ പ്രാന്ത്, അത് കാരണം വന്നത്. അതിന് അവർക്ക് എന്ത് പറ്റി? 10-25 കൊല്ലം മുമ്പ് എന്റെ അച്ഛനും അനിയത്തിയും കൂടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലോട്ട് ഇവിടെ ബാംഗ്ലൂരോട്ട് വന്നത്. വരണ വഴിക്ക് എന്തോ ഉരുൾപൊട്ടലെങ്ങാണ്ട് ഇവരെ ബസ് മറിഞ്ഞു. 45 പേര് ഉണ്ടായിരുന്ന ബസ്സിൽ 35 പേരെ കിട്ടി. ബാക്കി 10 പേരുടെ കൂട്ടത്തിൽ എന്റെ അനിയത്തി ഉണ്ടായിരുന്നു. അച്ഛൻ സ്പോട്ടിൽ മരിച്ച്. അനിയത്തിനെ അന്നോട്ട് ഇന്നുവരെ പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അമ്മ ഇപ്പോഴും വിചാരിച്ചു വെച്ചേക്കണം അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നൊക്കെ കരുതിയിട്ട് അവരെ വക സെന്റിമെന്റ്സ്. അതുകൊണ്ട് എല്ലാ കൊല്ലം എന്റെ അടുത്ത് ഇങ്ങോട്ട് കുറെ പൈസ എന്തെന്ന് പറഞ്ഞു കിട്ടും. ഇവരെ ഓർമ്മ ദിവസം അനിയത്തിനെ പോയി നോക്കിയിട്ടോ അവിടെ എവിടെയെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ ഞാൻ ആ പൈസ കൊണ്ട് ചുമ്മാ പരിപാടിയൊക്കെ നടത്തിട്ട് ഒന്ന് റെഡി ആയിട്ടിരി. ഞാൻ എന്താ പറഞ്ഞു? എന്റെ മോനെ, ഇതിലെന്തോ ഒരു കഥയുണ്ട് കേട്ടാ. ഇതിലെന്തോ ഒരു കഥയുണ്ട്. എന്തായിരിക്കും ആ പേഴ്സ്? എന്റെ പൊന്നു, എന്റെ മോനെ, പെങ്ങളാടാ. ഇജാതി ടിസ്റ്റ് കേട്ടാ, ഇജാതി ടിസ്റ്റ്. പെങ്ങളാടാ, മോനെ. ഹലോ, പൈസ പൈസ. എന്റെ മോനെ, ശരിയായൊരു വീഡിയോ കേട്ടോ ഇത്. ശരിയായ അടിപൊളിയാക്കിന് മച്ചാനെ.